ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മളിന്നൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. മോർണിംഗ് ടു ആഫ്റ്റർനൂൺ ഡെയിലി വ്ളോഗാണ്. സമയം 5:30 അപ്പോൾ 5:30 ആകുമ്പോഴാണ് ഞാൻ എഴുന്നേക്കാം. ഒരു 10-15 മിനിറ്റോളം എനിക്കൊന്ന് മൈൻഡ് റിലാക്സ് ആയിട്ടാണ് ജോലികളൊക്കെ ചെയ്യാൻ ഇഷ്ടം. ഈ സെയിം റോസൊന്നും എഴുന്നേറ്റിട്ടില്ല. അവർ 7 മണിയാകുമ്പോഴേ വിളിക്കാറുള്ളൂ, അല്ലെങ്കിൽ 6:45 7 മണിയാകുമ്പോൾ. എനിക്ക് പറഞ്ഞ പോലെ തന്നെ എഴുന്നേറ്റ പാടെ തന്നെ ജോലികളിലോട്ട് അങ്ങോട്ട് ബിസി ആവാമെന്ന് വെച്ചാൽ എനിക്ക് ആ ഉറക്കത്തിൻ്റെ ക്ഷീണം അങ്ങോട്ട് പെട്ടെന്ന് പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കും, പിന്നെ ഡയറി കുറച്ച് നേരം എഴുതും, കുറച്ച് നേരം ഒന്ന് ഫോൺ നോക്കും. അപ്പോഴേക്കും എൻ്റെ ഉറക്കത്തിൻ്റെ ആ ഒരു മൈൻഡ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളവും കുടിക്കും കേട്ടോ. അതിനൊപ്പം തന്നെ ഇത്തിരി ചൂടുവെള്ളം കുടിക്കും. കാരണം എനിക്ക് എഴുന്നേറ്റ വശം തന്നെ തൊണ്ടയൊക്കെ അടഞ്ഞ പോലെ ആകെ ഒരു മൂക്കടപ്പ് പോലെയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ വശം തോന്നും കേട്ടോ. പക്ഷേ ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂടായിട്ട് ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ എനിക്ക് ഫുള്ളി എല്ലാം ക്ലിയറായി നല്ലൊരു എന്താ പറയുക, ചൂട് ഇങ്ങനെ രാവിലെ കിട്ടുമ്പോൾ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്തായാലും ചായയും കൂടി കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ലഞ്ചിന് മെയിനായിട്ട് മക്കൾക്ക് ടിഫിന് കൊണ്ടുവേണ്ടതും പിന്നെ ഈ കറി തന്നെയാണ് ഞങ്ങൾ ഉച്ചയ്ക്കും എടുക്കുന്നത്. അപ്പം ഞങ്ങൾ സാധാരണ ഒരു ഗ്രേവി, ഒരു കറിയും ഒരു ഉപ്പേരിയുമാണ് വെക്കുക. മക്കൾക്ക് സാധാരണ ഉപ്പേരിയൊന്നും അവർ കൊണ്ടുപോകാറില്ല. ഒരു കറി തന്നെ അവർക്ക് മതി, അല്ലെങ്കിൽ എല്ലാം കൂടി കൊണ്ടുപോയി വെറുതെ വേസ്റ്റ് ആക്കും. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരു ഗ്രേവി ആയിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കോഴിമുട്ട ഉപയോഗിച്ചിട്ട് കറിയാണ്. നമ്മൾ ഇരുമ്പാമ്പുളി ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ പാലൊഴിച്ചിട്ടുള്ള മീൻ കറി ഞാൻ മുൻപ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ മീൻ കറിയുടെ പോലെ തന്നെ, പക്ഷെ അതിൽ കോഴിമുട്ട നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇരുമ്പാമ്പുളി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പുളിരസവും കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇഡ്ഡലിയുടെ മാവും ദോശയുടെ മാവും 2 ഭാഗമായിട്ടാണ് അരച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഇഡ്ഡലിയുടെ മാവ് കുറച്ച് തിക്കാണല്ലോ, ദോശമാവ് കുറച്ചും കൂടി നമ്മൾ ഇത്തിരി വെള്ളം ചേർത്ത് ഒന്നും കൂടി ആ കട്ടി കുറയ്ക്കണം. ഇഡ്ഡലി മാവ് അരച്ചെടുക്കുമ്പോൾ അതിൽ വെള്ള അവലും കൂടി ചേർത്ത് കൊടുത്താൽ ഇഡ്ഡലി നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഐസ് വാട്ടറിലാണ് ഞാൻ അരച്ചെടുക്കാറ്, നല്ല തണുത്ത വെള്ളത്തിൽ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ പാത്രത്തിൽ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ 3 തട്ടുണ്ട്. അതായത് നമുക്ക് അധികം ഇഡ്ഡലി ഒരു സെറ്റിൽ തന്നെ നമുക്ക് 20 ഇഡ്ഡലിയോളം വെക്കാൻ പറ്റും. അപ്പോൾ അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി. കാരണം നമുക്ക് ഗ്യാസും വേസ്റ്റ് ആവില്ല, ഇത്രയും ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ നമ്മൾ ഈ മാവ് ഇഡ്ഡലിയുടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുമ്പോൾ ഈ വെള്ള അവൽ ചേർക്കരുത്, അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിപ്പോൾ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഫുള്ള് അരച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പോർഷൻ ഇഡ്ഡലി മാവിൽ മാറ്റിയിട്ട് അതിലാണ് വെള്ള അവൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ച് ഈ ഒരു രീതിക്ക് ആക്കി എടുത്തിരിക്കണം കേട്ടോ. ദോശയ്ക്ക് നല്ല ക്രിസ്പി കിട്ടാൻ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടക്കയിൽ വെക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ഞങ്ങൾ സാധാരണ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ഇഡ്ഡലി മാവ് അരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യണതെന്നൊക്കെ. ഞങ്ങൾ സാധാരണ അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത അരിപ്പൊടി നമ്മൾ വീട്ടിലുണ്ട്. ഫുള്ള് നമ്മൾ നന്നായി വറുത്ത് ഫുള്ള് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 കപ്പ് വറുത്ത അരിപ്പൊടിയും 1 കപ്പ് ഉഴുന്നും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുക. അതായത് 2 കപ്പ് ഉഴുന്നെടുക്കുകയാണെങ്കിൽ 4 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുക. അങ്ങനെ ഒരു മാവാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ പച്ചരി കുതിർത്ത് പിന്നെ അരയ്ക്കുന്ന പരിപാടിയില്ല. വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്യാൻ. ഇങ്ങനെയാണ് നമ്മൾ സ്ഥിരമായിട്ടും ഇഡ്ഡലി മാവ് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഏതാണ്ട് ഞാൻ അവിടെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ഇഡ്ഡലി അപ്പയ്ക്കും നല്ല വെന്തിട്ടുണ്ടായിരുന്നു. ഇത് സെറ്റായിട്ടുണ്ട്. നന്നായി ചൂടാറട്ടെ. നമ്മളിന്ന് ഉണ്ടാക്കുന്ന ചട്നി തേങ്ങ ചട്നി തന്നെയാണ്, പക്ഷേ റെഡ് ചട്നിയാണ്, മുളക് പൊടി ചേർത്തിട്ടുള്ള ചട്നിയാണ്. ഇതിനായിട്ട് ഞാൻ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാളികേരം ചേർത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു ഇത്തിരി ഇഞ്ചി, അധികം ആവരുത്, ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് അല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാലും മതി. ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നന്നായി അരച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. ഇനി നമുക്കതിൽ കടുക് പൊട്ടിക്കണം, അത് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഇഡ്ഡലി നമുക്ക് വേഗം തന്നെ ആ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഐസ് വാട്ടറാണ് ഞാൻ അരയ്ക്കാൻ എടുത്തിരുന്നത്. അതുപോലെ തന്നെ വെള്ള അവലും കൂടി ചേർക്കുമ്പോൾ ഇഡ്ഡലിക്ക് നല്ല കളറും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടാറുണ്ട്. പക്ഷെ ദോശയ്ക്ക് ഇതുപോലെ ഞങ്ങൾ ചെയ്തപ്പോൾ ഈ വെള്ള അവൽ ചേർത്ത സമയത്ത് ദോശ ഭയങ്കര സോഫ്റ്റായിട്ട് പാനിൽ നിന്നും എടുത്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് തട്ടിൽക്കുട്ടി ദോശ ഉണ്ടല്ലോ, കുട്ടി കുട്ടി ദോശ, അതുണ്ടാക്കാൻ കുഴപ്പമില്ല. പക്ഷേ നോർമൽ ദോശയ്ക്ക് അത്രയും പോരാ. അപ്പോൾ നമ്മളിനി ഈ ഇഡ്ഡലി മാവ് നമുക്ക് എടുത്ത് വെക്കാം. നമ്മൾ സാധാരണ ഇങ്ങനെ മാവുകളൊക്കെ ഇതുപോലെ ഡബ്ബയിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സിലിക്കോണിൻ്റെ സ്പാച്ചുല, സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാം,
ആ ഒരു സ്പാച്ചുല ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് മിക്സിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ മാറ്റേണ്ട സമയത്ത് ഉപയോഗിക്കാനും അതുപോലെ ഡബ്ബകളിലേക്ക് ഇട്ട് വെക്കാനൊക്കെ നമുക്കത് നല്ല വൃത്തിയായിട്ട് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചട്നി കാച്ചിയെടുക്കാം. അപ്പോൾ ഈ ഒരു ചട്നിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളിയുടെ ഇത് ചോപ്പ് ചെയ്ത് ചേർക്കുക. വേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക. കടുക് വേണമെങ്കിൽ പൊട്ടിക്കാം കേട്ടോ. കടുക് ഞാൻ പൊട്ടിച്ചിട്ടില്ല. കടുക് വേണമെങ്കിൽ നമുക്ക് പൊട്ടിച്ച് അതും കൂടി ചെയ്യാം. ഞാൻ ചുവന്നുള്ളി മാത്രമേ ചേർക്കണുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ ഒരു പേസ്റ്റ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ചൂടാവണം. തിളപ്പിക്കരുത്, ചൂടായാൽ മാത്രം മതി. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റേ പോവും. ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ പറഞ്ഞു ഉപ്പ് ചേർക്കാൻ, പക്ഷെ ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയിണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ചൂടായി കഴിയുമ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കത് വേറൊരു ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും മക്കൾക്ക് ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല എന്ന് മാത്രം. ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതേ പാത്രങ്ങളെല്ലാം തന്നെ ഞാൻ വേഗം തന്നെ രാവിലെ ചെയ്യുന്ന പണികൾ അതിൻ്റെ ഒപ്പത്തിന് തന്നെ പാത്രം കഴുകി വെക്കുകയാണ് ചെയ്യാറ്. അതായത് ഇവിടെ എന്തെങ്കിലും പണികൾ സ്റ്റവിൽ നടക്കുമ്പോൾ അപ്പം തന്നെ പാത്രം കഴുകി വെക്കും. പെൻഡിങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴുകാൻ പൊതുവേ എനിക്ക് മടിയാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വീട്ടുജോലികളോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് അല്ല. അത് എത്രത്തോളം എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റണു, അത് ചെയ്ത് തീർത്ത് എനിക്കിഷ്ടപ്പെട്ട ചില കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ, അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ വേഗം ജോലികൾ വീട്ടിലെ ആയാലും ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇതെനിക്ക് പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട കാര്യം എനിക്ക് കൂടുതൽ ടൈം അല്ല സ്പെൻഡ് ചെയ്യാമല്ലോ എന്നുള്ള ആ ചിന്ത. അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട്. അല്ലാതെ എനിക്ക് വീട്ടിലെ ക്ലീനിങ്ങും കുക്കിങ്ങും അല്ലെങ്കിൽ ഫുൾ ടൈം ഈ പണികൾ യാതൊരു ഭയങ്കര ഇഷ്ടമുള്ള ആളൊന്നല്ല. ഇവിടെ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ റുട്ടീനും അല്ലെങ്കിൽ ഇതിങ്ങനെ ഡെയിലി ആകുമ്പോൾ മടുക്കണില്ലേ. തീർച്ചയായിട്ടും എനിക്ക് മടുക്കും. ചില ദിവസമൊക്കെ എനിക്ക് മടി വരും. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ മിണ്ടാതിരിക്കും. അല്ലെങ്കിൽ എനിക്ക് പറ്റണ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പിന്നെയും ആക്റ്റീവ് ആവണ്ടേ, വേഗം മോട്ടിവേറ്റഡ് ആയി വീണ്ടും ആ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു എനർജി ഞാൻ തനിയെ വരുത്താണ് ചെയ്യാറുള്ളത് കേട്ടോ. അല്ലാതെ എല്ലാവരും പറയണ പോലെ ഞാനൊരു മനുഷ്യൻ തന്നെയാണ്. എനിക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോഴേക്കും മടുക്കും, അത് ഉറപ്പുള്ള കാര്യമല്ലേ. അപ്പോൾ നമ്മളെ പാത്രങ്ങളെല്ലാം കഴുകി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതേ ടേബിളുമ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇസേനെയും റോസുവിനെയും പോയി വിളിച്ചാൽ മതി. അപ്പോൾ ഇസേയും റോസുവിനെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അവർ രണ്ടുപേരും അവിടെ റെഡി ആയിട്ട് ഇപ്പോൾ വരും. അപ്പോഴേക്കും എന്നോട് ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്, അവരുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടി. അപ്പോൾ റോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്സ് എല്ലാം ചട്ടിയിട്ട് തരണം എന്ന് കേട്ടോ. അവർ സ്റ്റേറ്റ് സിലബസാണ് പഠിക്കുന്നത്, ചിലവരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതായത് കേരള സിലബസ്, സ്റ്റേറ്റ് സിലബസ്. ഞാൻ അവരെ ചട്ടിയിടാൻ വേണ്ടിയിട്ട് ഭയങ്കര വലിയ ബുക്ക് കവർ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ചെറുതുണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയി. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് പുതിയത് മേടിക്കാന്ന് വെച്ചിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ കവർ ചെയ്യുകയാണ്. കുറച്ച് ഓവറായിപ്പോയി വലിപ്പം, എന്നാലും കുഴപ്പമില്ല. പിന്നെ പണ്ടൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാ ടേമിലെയും ഒരു ബുക്കായിട്ട് അങ്ങനെ തന്നെയായിരിക്കും അല്ലേ, ഭയങ്കര വെയിറ്റും ആയിരിക്കും, ഇത് മുഴുവൻ കൊണ്ടുപോവുകയും വേണം. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയി എനിക്ക് തോന്നുന്നു. കാരണം ഇത് 3 ടേമിലെയും 3 ബുക്സായിട്ട് കൊടുത്തേക്കണ കാരണം കട്ടി കുറവാണ് കമ്പാരിറ്റീവ്ലി ബുക്കിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് കുട്ടികൾക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ഞാൻ വേഗം തന്നെ ബുക്കൊക്കെ കവർ ചെയ്ത് വെക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ റോസ് വന്നിട്ട് ആദ്യം തന്നെ അന്വേഷിക്കുക എൻ്റെ ബുക്ക് കവർ ചെയ്തോ എന്ന് വന്നിട്ട് അടുത്ത് ചോദിക്കും. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞു വയ്ക്കും കേട്ടോ. പക്ഷെ എൻ്റെ തിരക്കുകൊണ്ട് ഞാൻ ചില നേരത്ത് വിട്ടുപോകും. അപ്പം ഞാൻ കാണാൻ വേണ്ടിയിട്ട് അവൾ എല്ലാ ഐറ്റംസും ടേബിളിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അമ്മ ഇനി മറന്നു പോട്ടാന്ന് വെച്ചിട്ട്. കാരണം ഞാനിങ്ങനെ 100,000 ചിന്തയായിട്ട് നടക്കണ കാര്യമാണ് ഇവരെപ്പോഴും എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു ട്രിക്സ് യൂസ് ചെയ്യുക. അപ്പോൾ അവളുടെ ഒരു നോട്ട് ബുക്കും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആകത്തിരി കീറിപ്പറഞ്ഞു പോയി. അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും വന്നു കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിൽ പാൽ കുടിക്കുന്ന ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ചിലർ ചോദിക്കാറുണ്ട്, അതിന് ഇങ്ങനെ സ്ട്രോ ഉണ്ടല്ലോ, അതുകൊണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര വലിയ ഗ്ലാസ് കേട്ടോ. 1.5 ഗ്ലാസ്സുകളൊക്കെ വെള്ളം അല്ലെങ്കിൽ പാലൊക്കെ കൊള്ളും. അത്രയും വലിയ ഗ്ലാസ് ശരിക്കും ആവശ്യമില്ല. പക്ഷേ അതിന് സ്ട്രോ ഒക്കെ ഉള്ള കാരണം നന്നായിട്ട് തോന്നി. ഇസയ്ക്ക് വലിയ താല്പര്യമില്ല സ്ട്രോവിനോട്, റോസുവിന് ഇത്തിരി ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, അവൾ പേരും കാര്യങ്ങളൊക്കെ തനിയെ ഒക്കെ എഴുതാമെന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടിരിക്കുന്ന കാരണം അവർ പറഞ്ഞു എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഇഡ്ഡലിയും ചട്നിയൊക്കെ കഴിക്കാം എന്നും പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. അപ്പോൾ അവർ കഴിക്കുന്നതിനൊപ്പം തന്നെ ഞാനും ഭക്ഷണം കഴിക്കാറ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഇന്ന് പുറത്തോട്ടും പോകണം. അപ്പോൾ വേഗം കഴിച്ചു കഴിഞ്ഞാൽ മക്കൾ സ്കൂളിൽ പോയാൽ എനിക്ക് പുറത്ത് പോയി ഗ്രോസറിയും ഐറ്റംസും എല്ലാം തന്നെ പെട്ടെന്ന് വാങ്ങാമല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പാർട്ടീഷൻ പോലത്തെ പാത്രം ഉണ്ടല്ലോ, ഇങ്ങനെ ഓരോ കറികൾ ഓരോ സെക്ഷനിൽ, അതെനിക്ക് ചെറുപ്പം തൊട്ടേ വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം
ഇവിടെ വന്നപ്പോഴും വാങ്ങിയത് ഈ പാത്രം തന്നെയാണ് കേട്ടോ. എനിക്ക് ഓരോ കറികളും വ്യത്യാസമായിട്ടിരിക്കണം, ഓരോന്നും ടേസ്റ്റ് സെപ്പറേറ്റ് അറിയണം, അല്ലാതെ എല്ലാം കൂടി ഒരു പാത്രത്തിൽ ഒഴിച്ച് മിക്സ് ആക്കാൻ എനിക്കിഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിൻ്റെയും ടേസ്റ്റ് അറിയുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടിഫിനും എല്ലാം സെറ്റ് ചെയ്തു. റോച്ചും ഒക്കെ കുളിച്ച് ഫ്രഷായി വന്ന് ഡ്രസ്സൊക്കെ മാറി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓരോന്നൊക്കെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ക്ലാസ് ടൈം രാവിലത്തെ ഞാൻ നേരത്തെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ എനിക്ക് അവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കാം. പക്ഷെ എൻ്റെ ജോലികൾ ചില സമയത്ത് ഇപ്പം ഞാൻ ചിലപ്പോൾ നേരത്തെ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ, ഈ ജോലികൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആകെ ബഹളമയ്യായിരിക്കും ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പറ്റാവുന്ന വേഗം എഴുന്നേറ്റ് പണികളെല്ലാം അവസാനിപ്പിക്കുന്നത് ഇവർ എഴുന്നേൽക്കുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ അവർ പ്രാർത്ഥിച്ച് അവർ രണ്ടുപേരും സ്കൂളിലോട്ട് പോയി. അവർ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തായാലും വേഗം തന്നെ പോയി വരാമെന്ന് വിചാരിക്കണം. അപ്പോഴേക്കും ഉച്ചയാകുമ്പോഴേക്കും എത്താലോ വീട്ടിൽ. അപ്പം നമ്മളിത് നമ്മുടെ വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റാണ്. നമുക്കപ്പോൾ ഒന്ന് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാം. കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട്. ഈ ഒരാഴ്ചയിൽ ഞാൻ ഒരിക്കലും പോകുമ്പോൾ അതിൽ അത്യാവശ്യം വേണ്ട എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് വരും. അതാണ് സാധാരണ ചെയ്യാറുള്ളത്. വേറെ ചില ഐറ്റംസ് ഒക്കെ അധികമായിട്ടുള്ളതൊന്നും വാങ്ങില്ല, തീർന്നു പോയിട്ടുള്ളതെല്ലാം വാങ്ങാം. പിന്നെ വെജിറ്റബിൾസ് വാങ്ങാം, മീൻ വേണമെങ്കിൽ അത് വാങ്ങും, അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് എന്തായാലും അധികം വർത്താനം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ഷോപ്പിങ്ങിന് പോവാം. അപ്പോൾ സാധാരണ ഞാൻ ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതി വയ്ക്കുക സാംസങ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ആപ്പ് ഉണ്ട്, ഫോണിൽ അളിഞ്ഞുള്ളതാണ്. അതിൽ ആണ് ഞാൻ എഴുതി വെക്കാറ്. അപ്പോൾ എല്ലാ ഐറ്റംസും ഞാനിങ്ങനെ എഴുതി വെക്കും. അത് കഴിഞ്ഞിട്ട് ഓരോന്നും വാങ്ങി കഴിഞ്ഞാൽ നമുക്കതിൽ ടിക്ക് ഇടാൻ പറ്റും. ഓരോ കുഞ്ഞു ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓരോന്നും നമുക്ക് മാച്ച് അതങ്ങനെ പൊക്കോളും. അപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ തന്നെ ആദ്യം ഞാൻ പേപ്പറിൽ എഴുതി വെച്ചിരുന്നത്, പക്ഷേ ചില സമയത്ത് ഞാൻ പേപ്പർ എടുക്കാൻ വിട്ടുപോകും. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ള കാരണം ഫോൺ എന്തായാലും എടുക്കാൻ മറക്കില്ലല്ലോ. അപ്പോൾ ഫോണിൽ തന്നെ എഴുതി വെച്ചാൽ എനിക്കത് പെട്ടെന്ന് കാണുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഓർമ്മ വരുന്നത് ഓരോ സമയത്തും അല്ലാതും ഇങ്ങനെ ഫോണിൽ പെട്ടെന്ന് എഴുതി വെക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കിച്ചണിൽ ആകെ ഒന്ന് നോക്കും എന്തെങ്കിലും, അല്ലെങ്കിൽ എവിടെ ഐറ്റംസ് വാങ്ങാന്ന് വെച്ചാൽ അതനുസരിച്ചാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ പോവാം. ഞാനിങ്ങനെ അധികം ഗ്രോസറിയൊക്കെ കുറച്ച് വാങ്ങാനുള്ള സമയത്താണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയി വാങ്ങിയിട്ട് വരാം, അല്ലെങ്കിൽ അടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങുള്ളൂ. കുറച്ച് അധികമായിട്ടൊക്കെ വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം കൂടി അപ്പോൾ കൊണ്ടുവരാനുള്ള എളുപ്പത്തിന് അങ്ങനെയാണ് പോണത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മീൻ വാങ്ങാനായിട്ട് പോയപ്പോൾ ആകെ ഉണ്ടായിരുന്നത് അയിലയും ചാളയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഒരു 1/2 കിലോ മേടിച്ചു. വേറെ കാര്യമായിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ടൊന്നും കണ്ടില്ല. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഏതാണ്? മീനാണോ, അല്ലെങ്കിൽ പച്ചക്കറിയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇറച്ചി സെക്ഷനാണോ, ഇപ്പോൾ ചിക്കനോ ബീഫോ അങ്ങനത്തെ ആണോ, ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി സൂപ്പർ മാർക്കറ്റിൽ വന്നു. അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങണം. അപ്പോൾ ഞാൻ കുറച്ച് ഓൾറെഡി ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കാടമുട്ടയാട്ടോ, കുഞ്ഞി. പിന്നെ നമ്മൾ പനീർ എടുത്തിട്ടുണ്ട്. പനീർ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതുപോലെ തന്നെ തൈര്, പിന്നെ പാല് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, കാരണം യാത്ര പോയി വന്ന ശേഷം ഇതൊന്നും തന്നെ വീട്ടിലില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ചിത്തിര പപ്പടം എന്ന് പറഞ്ഞ പപ്പടമാണ് ഞാൻ സാധാരണ വാങ്ങാറുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റവ വാങ്ങുമ്പോൾ ഞങ്ങൾ സാധാരണ റോസ്റ്റഡ് റവയാണ് ഞാൻ വാങ്ങാറ്. അത് എലൈറ്റിൻ്റെ ബ്രാൻഡിൻ്റെ ഞാൻ വാങ്ങാറുള്ളത്, ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ യൂണിബിക്കിൻ്റെ ചോക്കോ ചിപ്പ് കുക്കീസ്, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ കുറച്ച് സ്നാക്ക് ഐറ്റംസ് 1-2 ഐറ്റം എടുത്തിട്ടുള്ളൂ, കുറേയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മിക്സറാണ് സാധാരണ നമ്മൾ വാങ്ങാറുള്ളത്. എനിക്ക് വളരെ ഇഷ്ടം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിൽ നല്ല ടേസ്റ്റാണിത്, ഒരു പ്രത്യേക ഒരു സാധാരണ മിക്സറിൻ്റെ ഒരു ടേസ്റ്റ് അല്ല. അതുപോലെ എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ പാർലി ജി. അതുപോലെ തന്നെ സ്നാക്ക് ഐറ്റത്തിൽ ഈ ഒരു സ്നാക്ക് ശരിക്കും കുർക്കുറെ ചിപ്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന്. അതുപോലെ തന്നെ ചീറ്റൂസ് പോലെ ഇരിക്കുന്നതും ഈ സ്നാക്കിൽ വരുന്നുണ്ട്. ഇതൊന്നും ഞാൻ വാങ്ങിയില്ല. പിന്നെ ഈ കോയിൻ ബിസ്ക്കറ്റ് യെല്ലോ ഇത് പഴയ മണ്ടേ ഉള്ളതാണ് കേട്ടോ. അതുപോലെ ക്രീം ബിസ്ക്കറ്റിൽ എൻ്റെ ഇഷ്ടപ്പെട്ടത് മിൽക്കി ബിക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബിസ്ക്കറ്റാണ്. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, കടയിൽ വന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ്സ് കുറച്ച് ജസ്റ്റ്. പിന്നെ ഈ ഒരു എയർ ഫ്രഷ്നർ ഉണ്ടല്ലോ, ഈ ഓഡോണിൻ്റെ സിട്രസ് ഫ്രഷ്, ഇത് നല്ല സ്മെല്ലാട്ടോ. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നല്ല സ്മെല്ല് വരുമ്പോൾ വിചാരിക്കില്ല അത് ഏതാണെന്ന്. അത് ഈ ഒരു സ്മെല്ലായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് ക്ലേ ആണ്, ഇത് വെറുതെ കുട്ടികളെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ അതേ നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾ കുറച്ചീശ മേടിക്കുന്നുള്ളൂ. നല്ല വിലയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്യാരറ്റിനൊക്കെ 127 രൂപയായിരുന്നു അന്നത്തെ ദിവസം വില. ഭയങ്കര വില കൂടുതലായിരുന്നു പച്ചക്കറിക്ക് അന്ന് ചെന്ന ദിവസം. അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം ഇത്തിരീശ മേടിച്ചുള്ളൂ. ഞാൻ അങ്ങനെ കുറേ മേടിച്ച് കൂട്ടാറില്ല. ഏതൊക്കെ കറി നമ്മൾ ഉണ്ടാക്കണം എന്നൊരു നിശ്ചയം ഉണ്ടാവും, അതിനുള്ള അത്യാവശ്യമുള്ളത് വാങ്ങും. കാരണം എല്ലാ വീക്കിലും നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പുറത്തേക്ക് പോകും. അപ്പോൾ പിന്നെ എന്തായാലും വാങ്ങാൻ പറ്റുമല്ലോ, വെറുതെ മേടിച്ച് ഫ്രിഡ്ജിൽ കൂട്ടിയിട്ട് കാര്യമില്ല. ഇത്തിരീശ എല്ലാം വാങ്ങി നമ്മളിതേ വീട്ടിൽ വന്നു. ഇനി ഇതെല്ലാം കൊണ്ട് എടുത്ത് വെക്കലാണ് ഏറ്റവും വലിയ ജോലി. വാങ്ങി കൊണ്ടുവരാനൊക്കെ ഈസിയാണ്, ലിസ്റ്റ് ഇടാൻ ഈസിയാണ്. ഇതെല്ലാം അതാത് സ്ഥലങ്ങളിലോട്ട് തിരിച്ച് വെക്കുക എന്നുള്ളതാണ് അടുത്ത വലിയൊരു ഡ്യൂട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് വയ്ക്കുകയാണ്.
അപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ പ്രത്യേകമായിട്ട് എൻ്റെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് എഴുതി തയ്യാറാക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കുക, എന്തായിരിക്കും നമ്മൾ കുക്ക് ചെയ്യണത് അല്ലെങ്കിൽ ആ ഒരു ആഴ്ചയിൽ കറി വെക്കുന്നത്, അതിനനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി. ലിസ്റ്റ് ഇല്ലാതെ നമ്മൾ ഷോപ്പിൽ പോയാൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൂടി നമ്മൾ മേടിച്ച് കൂട്ടും. അതിൽ നല്ലത് ലിസ്റ്റിൻ്റെ പ്രകാരം ആകുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ മറക്കാതെ ആ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വെറുതെ അൺനെസസറി ആയിട്ട് സമയവും പൈസയും നഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കി ലിസ്റ്റിലിട്ട് സാധനങ്ങളൊക്കെ ഒറ്റ ട്രിപ്പിന് നമുക്ക് പറ്റാവുന്നതൊക്കെ മേടിച്ച് കൊണ്ട് വരാനായിട്ട് നോക്കാം. സഞ്ചികൾ ഞാൻ എല്ലാതും തരം തിരിച്ചിട്ടാണ് ഓൾറെഡി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് എല്ലാം ഒന്നും കൂടി ഡിവൈഡ് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലമാരകളിലോട്ട് വെച്ച് നമ്മൾ വലിയ പണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും മേടിച്ചുകൊണ്ട് വന്നാൽ അപ്പം തന്നെ ഞാൻ അത് ഒതുക്കി വെക്കും. കാരണം അത് മേടിച്ച് അവിടെ സഞ്ചിയിൽ ഇരുന്നാൽ അത് അവിടെ തന്നെ ഇരിക്കലുണ്ടാവുള്ളൂ, ഒതുക്കലുണ്ടാവില്ല, മടിയാവും നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്ന വശം തന്നെ പ്രത്യേകിച്ച് പാല്, തൈര് അതുപോലെയുള്ള ഐറ്റംസൊക്കെ ചീത്തയാവും, പെട്ടെന്ന് തന്നെ വെക്കണം. അതും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വേഗം തന്നെ നമ്മൾ വെക്കണം. അപ്പോൾ ആദ്യം ഇതെല്ലാം ഒരു മുറത്തിലോട്ട് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം ഒതുക്കി വയ്ക്കാം. അപ്പോൾ പച്ചക്കറികളെല്ലാം തന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വാങ്ങിയിരിക്കണേ. സാധാരണ നമ്മൾ ഒരു ചാറുകറിയും ഒരു ഉപ്പേരി എന്ന് പറഞ്ഞാൽ മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയും നിങ്ങൾ, തോരൻ എന്ന് പറയില്ലേ, അതാണ് നമ്മൾ സാധാരണ ഉപ്പേരി എന്ന് അവിടെ പറയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും അങ്ങനെ നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. ക്യാരറ്റ് ആകെ ഞാൻ 3 വാങ്ങിയുള്ളൂ കേട്ടോ, പേരിന് വാങ്ങിയെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഗ്രോസറി ഐറ്റംസ് നമ്മൾ വാങ്ങിയില്ലേ, സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ, അതെല്ലാം തന്നെ അതും കൂടി നമുക്ക് എടുത്ത് വെക്കണം. അപ്പോൾ അതെല്ലാം തന്നെ ഒതുക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഓൾറെഡി കറി ഉള്ളതുകൊണ്ട് തന്നെ മീൻ നമ്മളിപ്പോൾ ഒന്നും ചെയ്യണില്ല. വൈകുന്നേരം വേണമെങ്കിൽ നോക്കിയിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ എന്തായാലും ചെയ്യണില്ല, ഒക്കെ എടുത്ത് ഫ്രീസറിലെടുത്ത് വെക്കുകയാണ്. ഇനി അത് നന്നാക്കണ സമയത്ത് എല്ലാം കൂടി നന്നാക്കി മുളക് പുരട്ടി വെക്കും. അപ്പോൾ അധികം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വെക്കൊന്നുമില്ല, നമ്മളത് അന്നന്ന് യൂസ് ചെയ്യണം പതിവ്, അങ്ങനെ എടുത്ത് വെക്കലില്ല. ബാക്കിയുള്ള ഐറ്റംസും ഞാൻ ഇനി ഒതുക്കി വയ്ക്കുകയാണ്. അപ്പോൾ കടുക് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ കുറച്ചായിരുന്നു. സാധാരണ ഞാൻ ഐറ്റംസൊക്കെ വാങ്ങുമ്പോൾ സ്റ്റോക്കായിട്ട് ഒരു പാക്കറ്റും കൂടി എല്ലാത്തിൻ്റെയും വെക്കും. പക്ഷെ എന്താ പറ്റിയെന്ന് അറിഞ്ഞുകൂടാ, കടുക് കഴിഞ്ഞ വട്ടം കഴിഞ്ഞത് അറിഞ്ഞൂല്ല. ഇന്ന് ഞാൻ ചട്നി ഉണ്ടാക്കാൻ നേരത്തെ നോക്കിയപ്പോഴാണ് കടുകില്ല, അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്ത് ഒരു ഐറ്റം എന്താ പറയുക സ്റ്റോക്കായിട്ട് ഒരു പീസും കൂടി നമ്മളെപ്പോഴും വെക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒതുക്കി വെക്കാം. ബാക്കി സ്നാക്സും അതെല്ലാം നമ്മൾ ഒതുക്കി ഇങ്ങനത്തെ നെറ്റിൻ്റെ ബാഗിലാണ് നമ്മൾ വെക്കണത്. ഇതുപോലത്തെ നെറ്റ് ബാഗ് നമുക്ക് വാങ്ങാൻ കിട്ടും, ആമസോണിലൊക്കെ ഈസി ആയിട്ട് കിട്ടും. കുറേ എണ്ണത്തിൻ്റെ പാക്കായിട്ട് വരണേ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ എയർ കിട്ടുകയും ചെയ്യും, വെജിറ്റബിൾസിന് കേടാവുകയില്ല, അതൊക്കെ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. കോളിഫ്ലവർ പോലുള്ള പച്ചക്കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ തണ്ടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വെക്കുക. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തണ്ടും കൂടി ആകുമ്പോഴാണ് അതിൻ്റെ വെയിറ്റ് കൂടണത്. അത് മാറ്റി കഴിയുമ്പോൾ കോളിഫ്ലവർ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മല്ലിയില സാധാരണ ഞാൻ വെക്കാറുള്ളത് ഡബ്ബയിൽ ഒരു ടിഷ്യൂ പേപ്പർ വെക്കും. എന്നിട്ട് മല്ലിയില അങ്ങനെ തന്നെ അതിൻ്റെ മറ്റേ വേരൊക്കെ കട്ട് ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒരു ടിഷ്യൂ പേപ്പർ വെക്കുമ്പോൾ ആ ഈർപ്പുണ്ടല്ലോ, വെള്ളത്തിന് ആ നനവ്, അത് ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കുകയും ചെയ്യും. കുറേ ദിവസത്തേക്ക് നമുക്ക് മല്ലിയില ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിനി ഇതെല്ലാം നമ്മൾ ഒതുക്കിയതെല്ലാം തന്നെ ഞാൻ കാണുന്ന രീതിയിൽ പച്ചക്കറികളെല്ലാം മുകളിലും താഴെയായിട്ട് വെക്കുകയാണ്. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ അധികമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് ഇതൊക്കെ ഇതിലുണ്ടോയെന്ന് തന്നെ അറിയില്ല നമ്മൾക്ക്. അവസാനം അതൊക്കെ ഇത് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് നമ്മൾ ചെക്ക് ചെയ്യുക. ഒതുക്കി വെക്കുമ്പോൾ പ്രത്യേകം ഓരോ ഐറ്റംസും കാണുന്ന രീതിയിൽ വേഗം എടുക്കേണ്ട ഐറ്റംസ് മുൻപിലോട്ട് കയറ്റി വെച്ചിട്ട് വെക്കുക. അത്യാവശ്യം നമ്മൾ ഫ്രിഡ്ജ് എത്ര വലുതായാലും അത് ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഓർഗനൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ അമ്മച്ചി ഇവിടെ വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വാഴപ്പിണ്ടിയും മുതിരയും കൂടി ചേർത്തിട്ട് കറി ഓൾറെഡി ഉണ്ട്, കോഴിമുട്ടയുടെ നമ്മുടെ കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ സമയം 12:15 ആയിട്ടുള്ളൂ, എല്ലാം ഒതുക്കിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് പുറത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കുഞ്ഞ് സ്നാക്സൊക്കെ ഈ നേരം ആകുമ്പോൾ ഇങ്ങനെ വിശക്കുമല്ലോ. അപ്പോൾ ഞാൻ പൊട്ടാറ്റോടെ ഫ്രൈ ചെയ്തിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഫോണൊക്കെ നോക്കി അവിടെ വിടാതെ ഇങ്ങനെ ഇരുന്നു. ആ ഒരു സൈലൻസ് അല്ലെങ്കിൽ ആ ഒരു നിശബ്ദത ഇങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. പിന്നെ ലഞ്ച് 1 മണിയാകുമ്പോൾ ലഞ്ച് കഴിച്ച് ഒരു 1:30-2 മണി വരെ ചിലപ്പോൾ അവിടെ ഇരിക്കും, ടി വി ഒക്കെ കണ്ടിരിക്കും. അത് കഴിഞ്ഞ് എന്തെങ്കിലും വായിച്ച് ഏതാണ്ട് ഒരു 1/2-3 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വന്നു തുടങ്ങും ചില ദിവസം കേട്ടോ. പിന്നെ അധികം നേരം ഒന്നും ഉറങ്ങാൻ പറ്റില്ല, കാരണം കുറച്ച് നേരം ഒന്ന് കിടന്ന് വരുമ്പോഴേക്കും ഞാൻ എഴുന്നേക്കും. മക്കൾക്ക് ചായയും സ്നാക്സും എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കണമെങ്കിൽ അവർ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം ഉറക്കം പൊതുവേ കുറവാണ്, എന്നാലും ബുക്ക് വായിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഉറക്കം വരും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു മോർണിംഗ് ടു ആഫ്റ്റർനൂൺ റുട്ടീനും അതുപോലെ തന്നെ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന 1-2 കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.